ഒരെണ്ണം ചെയ്തുള്ളൂ നിരഞ്ജന. കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഇതിനാ ചെയ്തത്. ഓക്കെ, ഷെയർ ചെയ്ത സ്ക്രീൻ. അക്ഷര ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തു. ഓക്കെ, ഗോപിക ഷെയർ ചെയ്തേടാ. കാണാമോ? കാണാം. ഞാൻ ന്യൂസ് ക്ലിക്ക് ഹോം പേജ് ഇങ്ങനെ രണ്ട് ഇതിന് ചെയ്തു. ഓക്കെ, എന്നിട്ട് ടെസ്റ്റ് ന്യൂസിൽ വന്നിട്ട് നമ്മൾ അവിടെ ചെയ്ത പോലെ ഇതൊക്കെ കമന്റ് ഔട്ട് ചെയ്തു. ലോഗിൻ ചെയ്തു, ലോഗിൻ ഡീറ്റെയിൽസ് ചെയ്തു. പിന്നെ ന്യൂസ് ഇൻഫോയിലേക്ക് ക്ലാസ് വിളിച്ചു. ന്യൂസിന് പേര് കൊടുക്കട്ടെ, ന്യൂസ് പേജ് എന്ന് പേര് കൊടുക്കണം, നെയിമിംഗ് കൺവെൻഷൻ അനുസരിച്ചിട്ട്. ന്യൂസ് പേജ്. ഓക്കെ ഇവിടെ കൊടുത്തോ. അത് റീനെയിം ചെയ്താൽ മതി. റീനെയിം ചെയ്താൽ മതി. ഇത് കറക്റ്റാ? ഇത് ഞാൻ ചെയ്തുള്ളൂ. ഇതുപോലെ ബാക്കി ചെയ്താൽ മതി അല്ലേ? മതി, ഇതേപോലെ ചെയ്താൽ മതി. ബാക്കി എല്ലാം ചെയ്യണോ? ടെസ്റ്റ് ഹോം ഓൾറെഡി നമ്മൾ ചെയ്തില്ലേ? ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സ് അതാ ചെയ്യണ്ടല്ലേ ഇനി? ഓക്കെ. അപ്പോ ഒരു കാര്യം നിരഞ്ജന, ഇപ്പൊ നമ്മൾ ഇതിന് ചെയ്തില്ലേ, അപ്പൊ ഇനി ഈ ടെസ്റ്റ് മാനേജ് ന്യൂസില്, ഈ ടെസ്റ്റ് ന്യൂസില് വേറൊരു ഫംഗ്ഷനും കൂടി ഇല്ലേ? അപ്പൊ ടെസ്റ്റ് മാനേജ് ന്യൂസിന് അപ്പൊ നമ്മള് വീണ്ടും എഴുതുമ്പോ നമുക്ക് എവിടം വരെ ഇനി നമ്മള് ന്യൂസിൽ വരുമ്പോ നമ്മൾക്ക് അവിടെ ഒരു നമ്മൾ ഡോട്ട് ന്യൂസ് ക്ലിക്ക് ഇല്ലേ? ഡോട്ട് ന്യൂസ് ക്ലിക്ക് രണ്ടാമത് എഴുതണ്ട. അതായത് ന്യൂസ് ക്ലിക്കിന് വീണ്ടും ഒരു ഫംഗ്ഷൻ ന്യൂസിൽ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മുടെ ടൈലിന്റെ ക്ലിക്ക് അല്ലേ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നേ. അപ്പൊ അത് രണ്ടാമതൊരു ഫംഗ്ഷൻ എഴുതണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ന്യൂസ് പേജിന് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് ഡോട്ട് ന്യൂസ് ക്ലിക്ക് എന്ന് ഡയറക്ട്ലി വിളിച്ചാൽ മതി. വീണ്ടും ഇതില് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഇവിടെ എഴുതുമ്പോ എവിടെ തൊട്ട് എഴുതിയാൽ മതി? ന്യൂ ക്ലിക്ക് ചെയ്യുന്നത് തൊട്ട്, ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് തൊട്ട് ഇവിടെ തൊട്ട് ലൈൻ നമ്പർ 48 തൊട്ട് ഉള്ളതിന് അത് എഴുതിയാൽ മതി. മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി, ഫംഗ്ഷൻസ് സെർച്ചിലാണെങ്കിൽ സെർച്ചിന്റെ അവിടെ. അത് ഈ വീക്കെൻഡിലേക്ക് ചെയ്താൽ മതി, പ്രശ്നമില്ല. 2 ദിവസം ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. അതിനുള്ളിൽ നീ നോക്ക് കേട്ടോ, കിട്ടിയില്ലേ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കുറച്ച് പ്ലഗിൻസ് എടുക്കാം. കുറച്ചുകൂടെ പ്ലഗിൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അത് കവർ ചെയ്യാം നമുക്ക്. അല്ലല്ല, നോട്ട് ഡിപ്പെൻഡ് അല്ല. ഓക്കെ, സോ നമ്മൾക്ക് ബേസിക്കലി പൈത്തൺ സെലീനിയത്തിൽ നമ്മൾ ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പ്ലഗിൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കുറച്ച് പ്ലഗിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ഔട്ട്, അതുപോലെ റീട്രൈ, റീറൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീട്രൈ മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ റീറൺ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ഇതുപോലെ നമ്മൾ നോർമലി നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻ, നമ്മൾ പൊതുവെ എല്ലാ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലും പൊതുവെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഒരേ ടെസ്റ്റ് കേസ് തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ലെറ്റ്സ് നമ്മുടെ ഇൻവാലിഡ് ലോഗിൻ എന്നൊരു ടെസ്റ്റ് കേസ്. ഇൻവാലിഡ് ലോഗിനിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഡാറ്റ കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇൻവാലിഡ് ലോഗിന്റെ ടെസ്റ്റ് കേസ് ഒരു 2 ടെസ്റ്റ് ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്ത് എനിക്ക് കൺഫർമേഷൻ തരണം എന്ന് ഞാൻ പറയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്ന ടെക്നിക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? എഗെയിൻ നിങ്ങൾ ഒരു കോഡ് എഴുതും അല്ലെ? ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് കോഡ് നിങ്ങൾ രണ്ടാമത് എഴുതി വെക്കും അല്ലെ? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആണ്. സെക്കൻഡ്ലി എന്താണ്? അത് കുറച്ച് വേസ്റ്റേജ് ഓഫ് ടൈമും ആണ് അല്ലെ? സോ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരേ കാര്യത്തിനെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ ടെസ്റ്റ് കേസിനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യും. അതിന്റെ പേരാണ് പാരാമീറ്ററൈസേഷൻ. ഓക്കെ, പാരാമീറ്ററൈസേഷൻ
ലോഗിൻ ആയിട്ട് ഒരു യൂസർ ഒന്നിൽ കൂടുതൽ ലോഗിൻ ഐഡീസ്. ലെറ്റ്സ് സേ നമുക്കിപ്പോ നമ്മളുടെ എക്സൽ ഷീറ്റിൽ നിന്ന് റോ നമ്പർ 3 റോ നമ്പർ 4 വെച്ചിട്ട് എനിക്ക് ഇൻവാലിഡ് ലോഗിൻ ചെക്ക് ചെയ്യണം. റോ നമ്പർ 3 റോ നമ്പർ 4 ഉള്ള റോ ആൻഡ് കോളം ഡാറ്റ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. പാസ്വേഡ് ഇല്ലാത്ത യൂസേഴ്സ് ആണെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് വരുന്നുണ്ട് അഡ്മിൻ ആയതുകൊണ്ട് നമുക്ക് യൂസർ എടുത്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ ഉണ്ടാവും. ലോഗിൻ ചെയ്തിട്ട് ആ യൂസർ ആയിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാം. അതായത് വിത്തൗട്ട് പാസ്വേഡ്. അപ്പൊ പാസ്വേഡ് ഫീൽഡ് കൊടുക്കണ്ട, യൂസർ നെയിം ഫീൽഡ് മാത്രം കൊടുക്കുക. അത് ഞാൻ എന്റെ ഐഡിയിലേക്ക് ലോഗിൻ ചെയ്യണം. എന്നിട്ട് എന്റെ ഐഡിയുടെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ യൂസർ എടുത്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ സെയിം പ്രോസസ് തന്നെ. ഫസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ ഫസ്റ്റ് യൂസർ നെയിം ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞ് പിന്നെ അഗെയിൻ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റെപ്സിൽ എന്ത് വരും? ആ യൂസർ നെയിം ഫീൽഡിന്റെ ലൊക്കേറ്റ് ചെയ്യുക. ആ ലൊക്കേറ്റിനെ അവിടെ നമ്മുടെ ഡാറ്റ എൻട്രി ചെയ്യുക, പേജ് വെരിഫൈ ചെയ്യുന്നു. യെസ്. സോ നമ്മൾ ഈ പാരാമീറ്ററൈസേഷൻ യൂസ് ചെയ്യുന്നത് ഒരു അനോട്ടേഷൻ ആണ്. @pytest.mark.parameterize. ചാറ്റിലിട്ടേരാ. ചാറ്റിലുണ്ട്. ചാറ്റ് നിർത്തോളാം ഗോപിക. ഞാൻ എടുക്കാം. നമുക്കിവിടെ ലോഗിന്റെ ക്രെഡൻഷ്യൽസ് മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ നമ്മൾക്ക് നമ്മളൊരു ന്യൂസ് സെർച്ച് ചെയ്തില്ലേ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഡാറ്റ യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് റിസൾട്ട് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ അഡ്മിൻ യൂസറിൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരാമെന്ന് നോക്കാം. അല്ലല്ല, പിപ്പ് ഇൻസ്റ്റാൾ അല്ല, അത് അനോട്ടേഷനാണ്, പ്ലഗിൻ അല്ല. എക്സാക്ട്ലി പ്ലഗിൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്റേണൽ യൂസ് ചെയ്യുന്ന പ്ലഗിൻ ആണ്. നമുക്കൊരു വലിയൊരു ലിസ്റ്റ് ഓഫ് കോഡ് നമ്മൾക്ക് പൈത്തൺ സിലിൻസിൽ മിക്കവാറും എഴുതാനുണ്ടാവില്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് അനോട്ടേഷൻസ് അല്ലെങ്കിൽ പ്ലഗിൻസ്, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇനി നിരഞ്ജന ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ @pytest.mark.parameterize അതൊന്ന് കോപ്പി എടുത്തേടാ. ഇതിനെ ലാസ്റ്റ് അയച്ചത് ടെസ്റ്റ് ലോഗിൻ എടുത്തോ. ടെസ്റ്റ് ലോഗിൻ ടെസ്റ്റ് ലോഗിനില് മുകളിലേക്ക് വരാം. അവിടെ ഇൻവാലിഡ് പാസ്വേഡ് എടുത്തോ തൽക്കാലം, അല്ലെങ്കിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസിന്റെ ഏതെങ്കിലും ഒരു സിനാരിയോ എടുക്കാം നമുക്ക്. ഇൻവാലിഡ് ഏതെങ്കിലും ഇൻവാലിഡ് സിനാരിയോ എടുക്കാം. ഇൻവാലിഡ് പാസ്വേഡ്. ഓക്കെ, അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാ. ഇനി @pytest.mark ഡോട്ട് രണ്ടിന്റെ താഴെ, ഗോപികയുടെ കേസിൽ ഡോട്ട് രണ്ടിന്റെ താഴെ സെക്കൻഡ് അതിന്റെ തൊട്ട് താഴെ നമ്മളുടെ ഫംഗ്ഷന്റെ തൊട്ട് മുകളിലായിട്ട് എഴുതുക. ഇവിടെ അക്ഷരക്ക് കിട്ടിയോ? ബ്രാക്കറ്റ്സ് ഇടുക. ഡബിൾ കോട്ട്സില് റോ ഡാറ്റ എന്ന് കൊടുക്കാം. റോ ഡാറ്റ എല്ലാം സ്മോൾ, എല്ലാം സ്മോൾ. റോ ഡാറ്റ ROW ആണ്. എടാ RORA അല്ലടാ, രണ്ട് റോ തന്നെയാണ്. നമുക്ക് ഇവിടെ വേണ്ട റോ എന്ന് പറയുന്നത് റോ കോളം RO ആണ്. ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് കോമ ഇട്ടേടാ.
ഡബിൾ കോട്ട്സ് ഒരു കഴിഞ്ഞ് കോമ ഇട്ടു. സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതില് 3,4 എന്ന് കൊടുക്കാം. അതായത് ഞാൻ 2 റോസ് ആണ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 3ഉം 4ഉം. ഓക്കെ, 2 റോസ്. ഓക്കെ, ഞാൻ 2 റോസോ 3 4 റോയുടെ വാല്യൂ ആണ് 3ഉം 4ഉം വരുന്നത്. നമ്മളിവിടെ കൊടുത്തിട്ടില്ല ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ ഓഫ് 3,1 3,2 കൊടുത്തിട്ടില്ല. അതുപോലെ 3,1 3,2 അല്ലടോ, അത് ഇതിനകത്ത് റോ കോളം അല്ലേ? റോയും കോളം അല്ലേ കൊടുത്തേക്കുന്നത്? ഇപ്പൊ നമ്മള് റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ 3,4 എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കുക? അത് പറഞ്ഞുതരാം. അതെ അതെ. പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് റോ മാത്രമാണ്, കോളം ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, നമ്മൾക്ക് ഇനി ഇതിൽ നമ്മൾ റോയിലേക്ക് മാത്രം എങ്ങനെ പാസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞൊരു കോമ ഇട്ടെ. ബ്രൗസർ ഇൻസ്റ്റൻസ് അവിടെ റോ ഡാറ്റ എന്ന് പാസ് ചെയ്തോളൂ. അല്ലല്ല, എക്സലിൽ നിന്ന് ഫെച്ച് ചെയ്യാനുള്ള റോയുടെ വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ എക്സലിലെ 3rd റോ, എക്സലിലെ 4th റോ. ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാൻ. ഓക്കെ, ശരിക്കും ഈ ഫോർമാറ്റ് റോ കോളം അങ്ങനെയല്ല അല്ലേ? അല്ലല്ല, റോ കോളം ഫോർമാറ്റ് അല്ല. ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത് ജസ്റ്റ് റോ മാത്രമാണ്. 3rd റോ ആൻഡ് 4th റോ. അതെ, 3rd റോ ആൻഡ് 4th റോ. ഇനി നമ്മുടെ ലൈൻ നമ്പർ 58 ഗോപികയുടെ കേസിൽ നമ്മൾ യൂട്ടിലിറ്റി ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ വിളിച്ചിട്ടില്ലേ? അതിൽ 3,1 പാസ് ചെയ്തെടുത്ത് ആ 3 മാറ്റിയിട്ട് റോ ഡാറ്റ എന്ന് കൊടുത്തേ. 3 റിമൂവ് ചെയ്തിട്ട് റോ ഡാറ്റ എന്ന് കൊടുത്തേ. ഇതേപോലെ നെക്സ്റ്റ് ലൈനിലും ഇങ്ങനെ കൊടുക്കുന്നോണ്ട് എന്താ? ഓക്കെ, അവിടെ ഒരു റോ അപ്പൊ ആദ്യത്തെ എക്സിക്യൂഷനിൽ നമുക്ക് ഏതായിരിക്കും പാസ് ചെയ്യുക? 3 പാസ് ചെയ്യും. സെക്കൻഡ് ടൈമിൽ 4 പാസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരേ ടെസ്റ്റ് ഡാറ്റ, ഒരേ ഇതിനെ തന്നെ റോ ഡാറ്റ. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ലൈൻ 50, ഇപ്പൊ എന്റെ കേസിൽ 58 59 ലൈനിൽ ഞാനിപ്പോ ഡയറക്റ്റ് ആയിട്ട് റോ വാല്യൂ കൊടുത്താലും കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഇതിപ്പോ നമുക്ക് ഇതേ ടെസ്റ്റ് കേസ് വെച്ചിട്ട് തന്നെ റോ നമ്പർ 3,1 3,1 3,2 എക്സിക്യൂട്ട് ആവും, 4,1 4,2 എക്സിക്യൂട്ട് ആവും. എന്റെ ഇതേ ടെസ്റ്റ് കേസിന്, ഒറ്റ ടെസ്റ്റ് കേസിന് തന്നെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ലൈൻ 52 3,4,5 6 5th റോ 6th റോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? കൊടുക്കാം. 5 6 7 8 എത്ര വാല്യൂസ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. നമ്മൾ അവിടെ എത്ര വാല്യൂസ് കൊടുക്കുന്നോ അത്രയും തവണ എക്സിക്യൂട്ട് ആവും ആ ഡാറ്റ യൂസ് ചെയ്തിട്ട്. വിളിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ റോ 3 4 അല്ലേ കൊടുത്തേക്കുന്നത്? അപ്പൊ 3,1 4,1 5,1 അങ്ങനെ എക്സിക്യൂട്ട് ആവുന്നതാണ് പറയുന്നത്. എക്സിക്യൂട്ട് ആവും. അതെ, കറക്റ്റ്. റോ ഡാറ്റ വൺസ് വിളിച്ചാൽ മതി. വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ 3,4 കഴിഞ്ഞ് ജസ്റ്റ് 5 കൊടുത്തോ, 4,5 കൊടുത്തോ. 4,5 കൊടുക്കുമ്പോൾ 3 തവണ എക്സിക്യൂട്ട് ആവും. റോ നമ്പർ 3,1 3,2 4,1 4,2 5,1 5,2 3 തവണ എക്സിക്യൂട്ട് ആവും അത്. ഈ കേസിൽ എനിക്ക് തോന്നുന്നത് ഫെയിൽ ആവില്ലേ? ബിക്കോസ് നമുക്ക് 5th റോ ഇല്ല, ഫെയിൽ ആവാൻ അപ്പോഴും ഇല്ല. സ്റ്റിൽ ഡാറ്റ എൻട്രി ചെയ്തിട്ടില്ല ആൻഡ് ലോഗിൻ ചെയ്യാനല്ലേ നോക്കുന്നേ. അതും ഇൻവാലിഡ് ലോഗിൻ തന്നെയല്ലേ? ഡാറ്റ എടുക്കില്ലല്ലോ എക്സൽ ഷീറ്റിലെ റോ. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് നമുക്കത് ഫെയിൽ ആവത്തില്ലേന്ന്. ബിക്കോസ് നമ്മുടെ 4th വരെയല്ലേ ഉള്ളൂ. നമ്മുടെ ഇതിൽ എക്സലില് 4A 4B വരെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. 5A 5B എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിപ്പോ 3 1 എടുത്തു വെച്ചാൽ 3ന്റെ കറക്റ്റ് പാസ്വേഡ് ആയിരിക്കണമെന്നില്ലല്ലോ 1. ഇല്ല, അല്ല 3,1 പറഞ്ഞ വാല്യൂ സെയിം തന്നെ. നമ്മള് ഇവിടെ ഇപ്പൊ 2 ടെസ്റ്റ് കേസ് ഇല്ലേ? 3,1 3,2 പിന്നെ 4,1 4,2 2 ടെസ്റ്റ് കേസ് ചെയ്തില്ലേ? അതിന് പകരം ഇൻവാലിഡ് അല്ലേ?
ഇൻവാലിഡിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ ഒരേ ഇൻവാലിഡ് സമയം തന്നെ ഒരേ റോ തന്നെ ഉം. ഒരേ റോ വാല്യൂസിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരേ ടെസ്റ്റ് കേസിനെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഇപ്പോൾ ലോഗിന്റെ ഡാറ്റ മാത്രമല്ല ഇത് എക്സിക്യൂട്ട് ചെയ്തേ, സേവ് ഇത് ചെയ്തേ, മാത്രം ആ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ, ഇൻവാലിഡ് പാസ്വേഡ് അല്ലേ? ഇൻവാലിഡ് പാസ്വേഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. 5 എടുത്ത് റിമൂവ് ചെയ്തേ. 5 ഇല്ലല്ലോ നിന്റെ കയ്യില്? അയ്യോ ഞാൻ 5 റിമൂവ് ചെയ്തില്ല. വെയിറ്റ് 1 second. അല്ല എന്റെ റോ സ്പേസ് ഡാറ്റ ആണോ കൊടുത്തിരിക്കുന്നത് മുകളില്? അത് സ്പേസ് ഇല്ലാണ്ട് എടുത്തേ. ഇതെന്ത് ഫുള്ള് റൺ ആവുണ്ടല്ലോ? ഒരു ഒറ്റ ടെസ്റ്റ് കേസ് റൺ ആവുന്നുള്ളൂ. അത് 3 തവണ എക്സിക്യൂട്ട് 2 തവണ എക്സിക്യൂട്ട് ആയി. മനസ്സിലായോ? ഇതിപ്പോ എത്ര തവണ എക്സിക്യൂട്ട് ആയി? 2 തവണ അല്ലേ? 2 അല്ല 3 തവണ. 3, 4, 5 ഇവിടെ 3 തവണ കൊടുത്തുകൊണ്ട് 3 ടെസ്റ്റ്. ഓ അതുകൊണ്ടാണ്. ഓക്കെ 3132 ഒരു ടെസ്റ്റ് കേസ്, 4142 അടുത്തത്, അതെ 5152. ശരിയാ, 5 കൊടുത്തിട്ട് എറർ വന്നില്ല അല്ലെ? എറർ വരില്ല. ബിക്കോസ് എന്താണ്, അതും ഇൻവാലിഡ് ലോഗിൻ തന്നെയാണ് നമ്മുടെ കേസിൽ അല്ലേ? അല്ല 5 വാല്യൂ ഉണ്ട്, അതുകൊണ്ട് കിട്ടി. 6 കൊടുത്ത് നോക്കിക്കേ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇല്ല നിരഞ്ജന, 5 വാല്യൂ ഇല്ലല്ലോ. 5A 5B ഇല്ലേ? 5A 5B ഇവിടെ വാല്യൂ ഇല്ലേ? ഞാൻ ഇവിടെ തൊട്ടാ 1 കൗണ്ട് ചെയ്ത്. ഓക്കെ അല്ല, ശരി. ഫസ്റ്റ് തൊട്ട് കൗണ്ട് ചെയ്യും. 6 കൊടുത്താ ഡാറ്റ 6 കൊടുത്ത് നോക്കിയേ. 6 കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്തേ. നണ്ണ് വന്നു, ബട്ട് സ്റ്റിൽ അത് പാസ് ആയില്ലേ? ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് വന്നു. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് വന്നു, പക്ഷെ സ്റ്റിൽ പാസ് ആയി പോയില്ലേ? നമ്മുടെ ഈ സിനാരിയോയിൽ പാസ് ആവാൻ റീസൺ ഉണ്ട്. അത് ഇൻവാലിഡ് ആണ് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്യുന്നത്. സോ വിത്ത് നോ ഡാറ്റയും അത് പാസ് ആവും. അത് നോ ഡാറ്റ ഇല്ലെങ്കിൽ അത് എന്താ വല്ല ജങ്ക് വാല്യൂ ആണ് എടുക്കുക? ജങ്ക് വാല്യൂ അല്ല, ജസ്റ്റ് സ്പേസ് മാത്രം എടുക്കും. സ്പേസ് എടുക്കും. ഓക്കെ, സ്പേസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് നോ ഡാറ്റ എൻറ്റഡ് പ്ലീസ് എൻ്റർ എ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ നൺ വന്നു. ശരി, നൺ വന്നു. നൺ വന്നു അല്ലേ? നൺ എന്ന് വരും. അഗെയിൻ ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് അടിച്ചു. ഡിഫോൾട്ട് ആയിട്ട് പൈത്തണിലുള്ള വാല്യൂ ആണ് നണ്ണ്. ഓക്കെ, ഇനി ഇതേപോലെ ടെസ്റ്റ് ന്യൂസിലേക്ക് വന്നേ. ടെസ്റ്റ് ന്യൂസിൽ ആഡ് ന്യൂസ് എടുത്തേടാ. ന്യൂസിന് ആഡ് ചെയ്യുന്ന ടെസ്റ്റ് കേസ് ഇല്ലേ, അത്. ഗോപികയുടെ കേസിൽ മാനേജ് ന്യൂസ്. ഇവിടെ ഞാനിപ്പൊ പറഞ്ഞതുപോലെ ഒരു പാരാമീറ്ററൈസേഷൻ കൊടുത്തു നോക്കിക്കേ. @pytest.mark.parameterize പറഞ്ഞിട്ട് ടെസ്റ്റ് മാനേജ് ന്യൂസിന് ആഡിംഗ് ന്യൂസിനാണോ കൊടുക്കേണ്ടത്? ആഡ് ന്യൂസിന്. ഇത് കഴിഞ്ഞിട്ടല്ലേ ടെസ്റ്റ് മാനേജ് ന്യൂസിന് തൊട്ട് മുമ്പ്. അല്ല, ഇതിന് മുന്നേ. ഇൻഡന്റേഷൻ കറക്റ്റ് ആണോ അതോ ഇൻഡന്റേഷൻ റോങ് ആണ്? റിട്ടേൺ ഹോമിലല്ലടാ, താഴെ കൊണ്ടു പ്ലേസ് ചെയ്ത്. അപ്പോഴും എറർ ഉണ്ടല്ലോ. ഇപ്പൊ 1 ഉള്ളൂ. PyTest ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ നമ്മൾക്ക് റോയുടെയും കോളത്തിനും പകരം എന്ത് കൊടുക്കാം? ഇവിടെ നമ്മളൊരു ന്യൂസ് ആഡ് ചെയ്യുന്നില്ലേ, അവിടെ മൾട്ടിപ്പിൾ ന്യൂസസ് ആഡ് ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ന്യൂസ് ഡാറ്റ എന്ന് അതിന്റെ പേര് മാറ്റിയിട്ട്
ന്യൂസ് ഡാറ്റ എന്ന് പേര് മാറ്റുക. പാരാമീറ്റർ ഇല്ലേ, റോ ഡാറ്റ എന്നുള്ള പേര് മാറ്റിട്ട് ന്യൂസ് ഡാറ്റ. എന്നിട്ട് 3, 4, 5 പാസ് ചെയ്തതിന്റെ പകരം അവിടെ ഡബിൾ കോഡ്സിൽ 3 ന്യൂസ് പാസ് ചെയ്യാം. കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ലൈക്ക് നമ്മള് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടേടാ. സ്ക്വയർ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണോ ഡബിൾ കോട്ട്സ് വരേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഡബിൾ കോഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിസ്കണക്ട് ആയ അക്ഷര എടാ എനിക്കിത് മനസ്സിലായില്ല. ന്യൂസ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് ഡേറ്റ നമ്മൾ പാരാമീറ്ററിന്റെ അവിടെ കൊടുക്കാണ്. എന്നിട്ട് പോയോ? പാരാമീറ്ററൈസേഷനിൽ കൊടുത്തു ന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. ഇനി അതിലൊരു 3 ന്യൂസ് കൊടുത്തേ, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഞാൻ ഈ ഡെഫിനിഷനിൽ കൊടുത്ത ന്യൂസ് കൊടുക്കാലോ അല്ലേ? കൊടുക്കാം, അത് കൊടുക്കാം. പിന്നെ അത് കൂടാതെ 2 ന്യൂസും കൂടെ കൊടുക്കും. ഓക്കെ, ഇത് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ 2-3 കൊടുക്കണമെങ്കിൽ ശരിക്കും ആ പേജിൽ പോയി നോക്കണ്ടേ? ആ പേജ് അത് എക്സിക്യൂട്ട് ആകുമ്പോ കാണാൻ പറ്റുമല്ലോ. അല്ല, നമ്മൾ അതിൽ ഓൾറെഡി ഉള്ള ന്യൂസിനെ നമ്മൾ ആഡ് ചെയ്യല്ലേ? അതിൽ ഓൾറെഡി ഉള്ളതിലെ നമ്മൾ ആഡ് ചെയ്യല്ലേ? അതോ നമ്മള് അത് ഡ്യൂപ്ലിക്കേഷൻ എടുക്കുമല്ലോ. ന്യൂസ് ആഡ് ചെയ്യുന്നിടത്ത് ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നമില്ല. അഡ്മിനിലാണ് ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നമുള്ളൂ. അഡ്മിൻ പേജിൽ യൂസറിനെ ആഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നമുള്ളൂ. സെയിം ന്യൂസ് ആഡ് ചെയ്ത പ്രശ്നമൊന്നുമില്ല. ഇതിനകത്തെ നമ്മൾ കൊടുക്കുമ്പോൾ ഇനി അടുത്തത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഗോപിക വേറെ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണ്ട. അതേ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് കോമ ഇട്ട് നമ്മൾ 3, 4, 5 എന്ന് കൊടുത്തില്ലേ? ഈ ഡബിൾ കോട്ട്സ് ഇത് ഡബിൾ കോട്ട്സ് കൊടുക്കാൻ കാരണം എന്താ? ഇതൊരു സ്ട്രിംഗ് ന്യൂസ് അല്ലേ, അതുകൊണ്ടാണ് ഡബിൾ കോട്ട്സ് കൊടുക്കുന്നത്. ഡബിൾ കോട്ട്സ് മാൻഡേറ്ററി ഒന്നുമല്ല. അതായത് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിനെ അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന് ഡബിൾ കോട്ട്സ് കൊടുത്തു. ഇൻ കേസ് അത് സ്ട്രിംഗ് അല്ല, നോർമൽ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ ഡയറക്ട്ലി കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അവിടെ ആഡ് ചെയ്ത് നോക്കിയേ, വേറെ ന്യൂസ് ആഡ് ചെയ്തു. എന്തെങ്കിലും ഇഷ്ടം ന്യൂസ് ആഡ് ചെയ്തു. എന്റെ ഡൗട്ട് ആക്ച്വലി നമ്മള് ഇപ്പൊ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോ നമ്മൾ ഈ ലോഗിൻ പേജ് ഒക്കെ ഓപ്പൺ ചെയ്ത് മാനേജ് ന്യൂസ് എടുത്ത് കഴിഞ്ഞ് അതിന്റെ ഉള്ളില് ഓൾറെഡി ആഡ് ചെയ്ത ന്യൂസുകൾ കാണാം അല്ലെ? നമ്മൾ ആ ന്യൂസിനെയാണോ എഴുതുന്നത്? ലൈക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണതാണോ? അല്ല, ഇത് നമ്മൾ ന്യൂസ് ആഡ് ചെയ്യുന്നതല്ലേടാ. ഇത് ആഡ് ന്യൂസ് അല്ലേ? ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ വരാൻ കാര്യം എന്താ അറിയോ? ഫംഗ്ഷന്റെ പേര് മാനേജ് ന്യൂസ് മാറ്റി ആഡ് ന്യൂസ് ആക്കിക്കേ. അപ്പൊ കൺഫ്യൂഷൻ അപ്പൊ ഇനി കുറെ മാറ്റേണ്ടി വരില്ലേ? ഇല്ല, അവിടെ ആഡ് ന്യൂസ് മാത്രം മാറ്റിക്കോ, അത് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരെ വന്നില്ലേ? നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യണം? ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞ് പാരാമീറ്റർ ന്യൂസ് ഡാറ്റ പറഞ്ഞിട്ട് താഴെ നമ്മൾ പ്ലീസ് റീഡ് ദ ന്യൂസിന് പകരം നമ്മൾ എന്താണ് പാസ് ചെയ്യുക? ന്യൂസ് ഡാറ്റ. ഡബിൾ കോട്ട്സിന് റിമൂവ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഗോപിക പറഞ്ഞേ. പാരാമീറ്റർ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ മാറ്റണം. വാല്യൂ മാറ്റുന്നതിന് മുൻപ് ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞ് ന്യൂസ് ഡാറ്റയെ പാസ് ചെയ്യണ്ടേ? ന്യൂസ് ഡാറ്റ പാസ് ചെയ്തു. അവിടെ പാരാമീറ്റർ ആയിട്ട് 3 ടാബ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ന്യൂസ് വരും. ഇനി ഈ ന്യൂസ് ഡാറ്റ എവിടെയാ കൊടുക്കേണ്ടി വരിക? അക്ഷരയും ഗോപികയും പറഞ്ഞു.
ന്യൂസ് ഡേറ്റ ന്യൂസ് ഡാറ്റ ഇവിടെ അല്ല, അതിന്റെ താഴെ നമ്മൾ ആ അല്ല, ന്യൂസ് ഇവിടെ അല്ല. ഡേറ്റ പാസ് ചെയ്തെടുത്ത യെസ്, നമ്മളിപ്പോ മാനുവലി നമ്മൾ ഡബിൾ കോട്ട്സിൽ ന്യൂസ് പാസ് ചെയ്തതിന് പകരം എന്ത് പാസ് ചെയ്യണം അവിടെ? താഴത്തേക്ക് പോവാ. അവിടെ അല്ലല്ലോ. ഇച്ചിരി താഴേക്ക് വാ ഗോപിക. ഹലോ ഗുഡ് മോർണിംഗ് പാസ് ചെയ്തിട്ട് എന്ത് പാസ് ചെയ്യണം നമ്മള്? ഓക്കെ, ന്യൂസ് ഡേറ്റ പാസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മള് ന്യൂസ് ഡാറ്റ ആണ്. ന്യൂസ് ഡേറ്റ ആണ് പാസ് ചെയ്യണം. പാസ് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെ ആലോചിക്കാൻ പറ്റും. ഇതൊരു കുറച്ച് ചിന്തിക്കാൻ ടൈം എടുക്കും, പറ്റുന്നില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ലോജിക്ക് കിട്ടാൻ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഡബിൾ കോട്ട്സ് വേണ്ടല്ലോ. പ്ലഗിൻ ഉണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് പഠിച്ചെടുക്കുന്ന ഞാനിത് ആർട്ട് പേജിൽ കൊണ്ടുപോയി ചെയ്തു. എന്താടാ? ഞാനിതേ ആർട്ട് പേജിന് കൊണ്ട് കൊടുത്തു. മീൻസ് ആർട്ട് പേജ് ഒബ്ജക്റ്റ് ആക്കി കൊടുത്തായിരുന്നേ. അപ്പൊ പേജ് ഒബ്ജക്റ്റ് ആയി കൊടുക്കുമ്പോ അവിടെ ഓക്കെ അങ്ങനെ അങ്ങനെ ചെയ്തല്ലേ ഓൾറെഡി? ഓക്കെ. അല്ല, അങ്ങനെയാണെങ്കിൽ സെന്റ് കീസ് കൊടുക്കുമ്പോ നീ പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ലേ ഇവിടെ ടെസ്റ്റ് ക്ലാസ്സിൽ നിന്ന്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഷെയർ ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഒരു ഒറ്റ കാര്യം ജസ്റ്റ് പെട്ടെന്ന് ചോദിക്കും. ഈ ന്യൂസ് ഡാറ്റ നമ്മളിപ്പോ കൊടുത്തുല്ലോ, അപ്പൊ ഞാൻ റെസ്പെക്റ്റീവ് ഓഫ് എത്ര ഡാറ്റയാണോ ഞാൻ അവിടെ പാസ് ചെയ്യുന്നത് അതെല്ലാം പ്രിന്റ് ആവോ? അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതിനെല്ലാം ഓരോ ടെസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ എലമെന്റ് ഇതിനൊന്നും എഫക്ട് ആവില്ലേ? ഇത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ അതിനല്ലേ നമ്മൾ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആണ്. അതായത് 3 ന്യൂസ് ആഡ് ആവും. ഇപ്പൊ ഇതില് ഗോപിക എത്ര ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ? ഞാൻ 2 ന്യൂസ് കൊടുത്തു. അപ്പൊ 2 തവണ എക്സിക്യൂട്ട് ആവും. അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാ അപ്പൊ കൺഫ്യൂഷൻ തീരും. എനിക്ക് എവിടെയോ ഒരു ലാഗിങ് എനിക്ക് മനസ്സിലായി. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഡൗട്ട് ഉണ്ടോന്ന് പറ. ഗോപിക ഡൗട്ട് എനിക്ക് മനസ്സിലായി. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്ക്. അതിന് ശേഷം ആ സെയിം ഡൗട്ട് ഉണ്ടോന്ന് പറയാ കേട്ടോ. ഇനി അക്ഷര കാണിച്ചേടാ, പൈച്ചാമ കാണിച്ചേ. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ആഡിങ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ഏരിയയിൽ കൊടുത്തു. ഇവിടെയാണല്ലേ കൊടുത്തത്? ഒരു കാര്യം ചെയ്തേടാ, ടെക്സ്റ്റ് ഏരിയക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്തേ, ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. കോമ ന്യൂസ് ന്യൂ ഡേറ്റ എങ്ങനെ കൊടുക്കാം? ന്യൂസ് ഡാറ്റ എന്ന് കൊടുത്തോ. എന്നിട്ട് സെന്റ് കീസിലേക്ക് ന്യൂസ് ഡാറ്റയെ പാസ് ചെയ്തേ. ന്യൂസ് ഡേറ്റ പാസ് ചെയ്യണം. ആഡിങ് ന്യൂസ് മാറ്റാം. ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ ടെസ്റ്റ് ന്യൂസിൽ എന്ത് ചേഞ്ച് വരും? ടെസ്റ്റ് മാനേജ് ന്യൂസില് ഇവിടെ ടെക്സ്റ്റ് ഏരിയയില് അവിടെ നമുക്ക് ഏത് പാസ് ചെയ്യാം? ന്യൂസ് ഡാറ്റ പാസ് ചെയ്യാം. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി, നോക്കട്ടെ. ന്യൂസ് ഡേറ്റ എക്സിക്യൂട്ട് ചെയ്യട്ടെ. ഗോപികയുടെ ഡൗട്ട് തീർന്നോ? ഇപ്പൊ ശരിയായോ? മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇത് എഴുതുന്ന രീതി എനിക്ക് ഇപ്പൊ നിരഞ്ജന പറയുമ്പോ ഞാൻ അതുപോലെ ടൈപ്പ് ചെയ്യുന്നു, അല്ലാതെ എനിക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സെർച്ച് ന്യൂസില് ഗോപിക ജസ്റ്റ് ഇതെല്ലാം ചെയ്തതിന്റെ ശേഷം പേജ് ഒബ്ജക്ട് മോഡലും അസേർഷൻസും ആഡ് ചെയ്തതിന്റെ ശേഷമാണ് ആദ്യം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ സെർച്ച് ന്യൂസിൽ ഗോപിക മാത്രം മറ്റേ സെർച്ച് ന്യൂസിൽ ഒന്ന് പാരാമീറ്ററൈസേഷൻ ആഡ് ചെയ്യാൻ തന്നെ നോക്കുവോ? സെർച്ച് ന്യൂസ് വേറൊരു ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഇതിലുള്ള സെർച്ച് ന്യൂസ് ഇല്ലേ, അത് മാത്രം ട്രൈ ചെയ്ത് നോക്കുവോ? നിരഞ്ജന, ഇത് ആക്ച്വലി പൈടെസ്റ്റ് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റണ ഒരു പൈടെസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി ആണ്. യെസ്. അല്ല, പാരാമീറ്ററൈസേഷൻ എല്ലാത്തിനും പറ്റും. പാരാമീറ്ററൈസേഷൻ നമ്മൾ ബാക്കിയുള്ളതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്.
ഓക്കെ. അതെന്താ അറിയോ, ഞാനൊരു വേറൊരു പ്രൊജക്ട് റൺ ചെയ്തപ്പോ ഞാൻ പൈ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇൻ ബിറ്റ്വീൻ അത് പറഞ്ഞാൽ ആ ടെസ്റ്റ് കേസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ഓടിക്കൊണ്ടിരുന്ന ടെസ്റ്റ് കേസസ് ആണ്. പക്ഷെ ഇച്ചിരി ലെങ്തി ആണ് സാധനം, കോഡിങ് ഇച്ചിരി ലെങ്തി ആണ്. അപ്പൊ അതിങ്ങനെ ഓടുമ്പോ എന്താ ചെയ്യുന്ന, ചിലപ്പോ സെക്കൻഡ് ടെസ്റ്റ് കേസ് ഫെയിൽ ആവും, ചിലപ്പോ തേർഡ് ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. മനസ്സിലായോ? പൈ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം എനിക്ക് ഇങ്ങനെ പല പല ടെസ്റ്റ് കേസുകളായിട്ട് എന്റെ അത് പൊട്ടാൻ തുടങ്ങി. ഞാൻ അത് ഫ്ലേക്കി ടെസ്റ്റ് കേസാ. അപ്പൊ അവിടെ നമുക്ക് റീറൺ കൊടുത്താൽ മതി അല്ലേ? റീറൺ കൊടുത്താൽ മതി, ശരി അത് ശരി. റീട്രൈ എടുത്താൽ മതി. ശരി. അത് ഫ്ലേക്കി ആവുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ടൈം കൂടുകയാണ്. അത് ലെങ്തി ആണ്, കുറച്ച് നല്ല ലെങ്തി അതിന് ആണ്. ടൈം ഔട്ട്, അങ്ങനെയാണെങ്കിൽ ടൈം ഔട്ട് കൊടുത്തോ. ടൈം ഔട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അത് വേറെ ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. അത് പറഞ്ഞാൽ നമ്മള് ഒന്നേന്ന് ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്താൽ പിന്നെ എൻറ്റയർലി കഴിയുന്നിടം വരെ ആ ഒരു ഒറ്റ ലോഗിനിലാണ് പോണേ. ആ ഒരു ബ്രൗസർ ഇൻസ്റ്റൻസ് അപ്പാക്കി പിന്നെ ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ പോവാ. ഓരോ സ്ക്രീൻ അവിടെ നിന്നേ നാവിഗേറ്റ് ചെയ്ത് പോവാ ചെയ്യാ. മനസ്സിലായി. സാരില്ല, ഞാൻ ടെസ്റ്റ് ഞാൻ റീറൺ ഇട്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പൈ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഞാൻ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ട് പൈ ടെസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് അന്നൊരു ദിവസം ഡെമോയും കൊടുക്കണം, ലാസ്റ്റ് ഇത് ഇങ്ങനെ പൊട്ടലോട് പൊട്ടല. ഇത് ക്ലിയർ ആയടാ? ഞാൻ ഇതിനോട് ട്രൈ ചെയ്യാം. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യടാ. ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാട്ടോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്, മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോസ് ബ്രൗസർ ടെസ്റ്റിങ്ങും മൾട്ടിപ്പിൾ ബ്രൗസർ ടെസ്റ്റിങ്ങും തമ്മിലുള്ള, അല്ല പാരലൽ ടെസ്റ്റിങ്ങും ക്രോസ് ബ്രൗസറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിൽ എന്റെ ആപ്ലിക്കേഷൻ അങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കുന്ന ബേസിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്. ഓക്കെ. ആൻഡ് അത് ഇനി പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരേ ടെസ്റ്റ് കേസ്, ഞാൻ എന്റെ ടെസ്റ്റ് കേസിനെ ഒന്നിൽ കൂടുതൽ പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ പാരലായിട്ട് എന്റെ ടെസ്റ്റ് കേസിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് എന്റെ ഒരു ടെസ്റ്റ് കേസിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അറ്റ് എ ടൈം ഓപ്പൺ ചെയ്യാം. അതിനാണ് പാരലൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ ബ്രൗസറിൽ തന്നെ പാരലായിട്ട് എന്റെ ഒരു ടെസ്റ്റ് കേസ് ഓപ്പൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാരലൽ ടെസ്റ്റിംഗ്. ഡിഫറൻസ് മനസ്സിലായോ? ക്രോസ് ബ്രൗസർ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അറ്റ് എ ടൈം അല്ല, വൺ ആഫ്റ്റർ ദി അതർ നമ്മൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആദ്യം ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ വന്നിട്ട് ഫയർഫോക്സിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ എഡ്ജിൽ എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ. ഇനി പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരേ ബ്രൗസറിൽ തന്നെ, ലെറ്റ്സ് സേ ക്രോം ആണെന്ന് വിചാരിക്കൂ, ഈ ക്രോമിൽ തന്നെയാണ് എക്സിക്യൂഷൻ എല്ലാം നടക്കുന്നത്. ഡിഫറൻസ് ഇല്ല അവിടെ. ഒരേ ഒരു ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? പാരലൽ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റ് എ ടൈം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എന്റെ ഒരു അറ്റ് എ ടൈം 2 or 3 എന്താ പറയാ ക്രോമിന്റെ ഇൻസ്റ്റൻസ് പോപ്പപ്പ് ചെയ്യും. സിംഗിൾ ടൈമിൽ തന്നെ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയാ, പാരലൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോമ്പിനേഷൻ ഉണ്ട്. പാരലൽ ടെസ്റ്റിങ്ങിനെയും ക്രോസ് ബ്രൗസർ ടെസ്റ്റിങ്ങിനെയും കൂടി കമ്പൈൻ ചെയ്താൽ, അതായത് മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ അറ്റ് എ ടൈം ആണോ അതോ ഒരെണ്ണം കഴിഞ്ഞ അടുത്തതാണോ? മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ ഏത് ക്രോസ് ബ്രൗസർ ആണോ ചോദിക്കുന്നത്? ക്രോസ് ബ്രൗസർ. ഒന്ന് കഴിഞ്ഞ അടുത്തത്, വൺ ആഫ്റ്റർ ദി അതർ. അതായത് ആദ്യം ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഫയർഫോക്സിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ എഡ്ജിൽ എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ. ഇനി കമ്മിങ് ടു പാരലൽ ടെസ്റ്റിംഗ് എങ്ങനെയാണ്? ഒരേ ടെസ്റ്റ് കേസിനെ തന്നെ ഒരേ ബ്രൗസർ മാറ്റില്ല, സെയിം ബ്രൗസറിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാം. അതായത് 2 or 3 ക്രോമിന്റെ ഐക്കൺസ് അറ്റ് എ ടൈം പോപ്പപ്പ് ചെയ്ത് വരും നമുക്ക്, വൺ ആഫ്റ്റർ ദി അതർ അല്ല വരുന്നത്.
ക്ലിയർ ആണോ? ഓക്കെ. എക്സാമ്പിൾ ചെയ്താൽ മനസ്സിലാവും, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ഈസ് മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ്. അതായത് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗിന്റെയും പാരലൽ ടെസ്റ്റിംഗിന്റെയും കോമ്പിനേഷൻ ആണ് മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയാം, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്താ നമ്മൾ പറയുന്നത്, ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു. പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ഒരേ ബ്രൗസർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പാരലൽ ടെസ്റ്റിംഗ് സെയിം ബ്രൗസർ മൾട്ടിപ്പിൾ അറ്റ് സെയിം ടൈം നമ്മൾ റൺ ചെയ്യുന്നത് സെയിം ബ്രൗസർ സെയിം ടെസ്റ്റ് കേസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസോ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പാരലൽ ടെസ്റ്റിംഗ്. ഇനി മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ അറ്റ് എ ടൈം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? വൺ ആഫ്റ്റർ ദി അതർ ആണ് ക്രോസ് ബ്രൗസർ പറഞ്ഞത്. ഇത് പറയുന്നത് എങ്ങനെയാണ്, വൺ ആഫ്റ്റർ ദി അതർ അല്ല, അറ്റ് എ ടൈം തന്നെ ഒരേ സമയം തന്നെ ക്രോമിലും ഫയർഫോക്സിലും എഡ്ജിലും എന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യും. റിയൽ ടൈമിൽ യൂസേഴ്സ് പല സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യുന്നുണ്ടാവില്ല അറ്റ് എ ടൈം. ക്രോം ആയിരിക്കാം, ഫയർഫോക്സ് ആയിരിക്കാം, നമുക്ക് മാൻഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആണ്. വെബ് ആപ്ലിക്കേഷൻ എനിക്കൊരിക്കലും മാൻഡേറ്റ് ചെയ്യാൻ പറ്റില്ല സെയിങ് ദാറ്റ് ഇത് ക്രോമിന് സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഫയർഫോക്സിന് സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മാൻഡേറ്ററി ആയിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കണം അത് ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെബ് ആപ്ലിക്കേഷന് ഫീസിബിലിറ്റി ഇല്ലല്ലോ. മനസ്സിലായോ? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓക്കെ അല്ലേ, നമുക്ക് പറയാം. ഇപ്പോൾ ചില ആപ്ലിക്കേഷൻസിന് കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. സോ എന്താ പറയാ, ഐഫോൺസിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ പറയാം. പക്ഷെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ലീസ്റ്റ് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്കപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കാം. conf_test.py എടുത്തേ എല്ലാവരും. അക്ഷരയുടെയില് എഡ്ജ് ഉണ്ടോടാ? എഡ്ജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിന്റെ ക്രോമും ഫയർഫോക്സും ഇല്ലേ? എന്റെ ഫയർഫോക്സ് ഇല്ല. എഡ്ജ് ഉണ്ടോ? എഡ്ജ് ഉള്ളതല്ലേ നിന്റെ? എഡ്ജ് ഉണ്ട്, എഡ്ജും ക്രോമും ഉണ്ട്. ഓക്കെ. അക്ഷരയുടെയോ? അക്ഷരയുടെ കയ്യിൽ ഫയർഫോക്സും എഡ്ജും ഉണ്ടോടാ? ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സ് ഉണ്ടോ നിന്റെ? ഞാൻ മ്യൂട്ട് ആയിരുന്നു അല്ലെ. എന്റെ എഡ്ജ് ഉണ്ട്. എനിക്ക് ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. ഞാൻ കറന്റ് ഫയർഫോക്സിലാണ് റൺ ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കണേടാ. കാരണം നിന്റെ അങ്ങനെയാണെങ്കിൽ ഒരു ക്രോസ് ബ്രൗസർ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ നിന്റെ പറ്റൂല. ഓക്കെ. ഞാൻ ചാറ്റില് ഒരു ഫിക്സ്ചർ ഇട്ടിട്ടുണ്ട്. ആ ഫിക്സ്ചർ ഒന്നുകൂടെ പ്ലേസ് ചെയ്തേ. കോൺഫ് ടെസ്റ്റിലല്ലേ? കോൺഫ് ടെസ്റ്റില്. അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? കോൺഫ് ടെസ്റ്റ് പി വരെ താഴെ പ്ലേസ് ചെയ്താൽ മതി. കോൺഫ് ടെസ്റ്റ് പൈ ടെസ്റ്റ് ഫിക്സ്ചർ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതിയേക്കുന്ന ബ്രൗസർ ഇൻസ്റ്റൻസ്, അതിന്റെ താഴെയാണോ? അതിന്റെ താഴെ എന്റർ അടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുക. അപ്പൊ എന്റെ കേസിൽ ലൈൻ 12 വർക്ക് ആവില്ല അല്ലെ? സെഷനിലാടാ, വിളിച്ചാൽ മതിയോ അങ്ങോട്ട്? ആണ്. റിവ്യൂ എന്റെ ലിങ്കിൽ കയറിയാൽ മതി. ഹലോ. അതെ, ഗോപികയുടെ കേസിൽ ഫയർഫോക്സ് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇത് കമന്റ് ചെയ്യണം? കമന്റ് ചെയ്യണ്ട, അവിടെ ഇരുന്നോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. ആ ടെസ്റ്റ് കേസിൽ ഫെയിലിയർ കാണിക്കുന്നേ ഉള്ളൂ, അത് പ്രശ്നമില്ല. എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു എറർ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെയർ ചെയ്ത സ്ക്രീന്.
ഇത് നോക്കാം. ലൈൻ 40. ഫയർഫോക്സ് എടുത്തോ. അവിടെയാണ് അപ്പോൾ അത് അൺകമന്റ് ചെയ്തോ. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. എന്താ എറർ കാണിക്കുന്നേ? ഇവിടെ ലൈൻ 40 എന്തോ ഒരു എറർ കാണിക്കുന്നു. പക്ഷെ അത് എറർ എന്താന്ന് മനസ്സിലാവും. എറർ ആയിട്ടല്ല അത് എറർ അല്ലല്ലോ. സേവ് ചെയ്തേ. അല്ലടാ, എന്തോ ഒരു പ്രശ്നമുണ്ട്. കണ്ടോ, confidence.py റെഡ് അടിച്ചേക്കുന്നത്. ഏത് നോക്കട്ടെ എറർ കാണിച്ചേ. മറ്റേ ലൈൻ നമ്പർ 11 അങ്ങ് റിമൂവ് ചെയ്തേ. ഇതാണോ? സേവ്. ഇനി നമ്മളുടെ ടെസ്റ്റ് ലോഗിനിലെ വാലിഡ് ലോഗിൻ എടുത്തേ. അതില് ബ്രൗസർ ഇൻസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ ക്രോസ് ബ്രൗസർ ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്തേ. നമ്മളിപ്പോ കൊടുത്ത ഫിച്ചറിന്റെ നെയിം ഇല്ലേ, ക്രോസ് ബ്രൗസർ എന്ന് പാസ് ചെയ്തേ. ടെസ്റ്റ് ലോഗിനില് വാലിഡ് ലോഗിൻ. യെസ്, ബ്രൗസർ ഇൻസ്റ്റൻസ് മാറ്റിയിട്ട് ക്രോസ് ബ്രൗസർ ആക്കുക. ക്രോസ് ബ്രൗസർ. യെസ്, ബ്രൗസർ ഇൻസ്റ്റൻസ് റിമൂവ് ചെയ്തേടാ. ബ്രൗസർ ഇൻസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ താഴെയും ക്രോസ് ബ്രൗസറിന് പകരം ക്രോസ് ബ്രൗസർ ആക്കുക. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിടാം. ടെസ്റ്റ് വാലിഡ് ലോഗിൻ 3 പേര് എക്സിക്യൂട്ട് ചെയ്യാം. അക്ഷരത്തിൽ എക്സിക്യൂട്ട് ചെയ്താലേ ഒരെണ്ണം എക്സിക്യൂട്ട് ആവത്തുള്ളൂ. എനിക്ക് ഒന്ന് ഫെയിൽ ആയി എന്തോ. നോക്കട്ടെ. കോഡ് ഇത് കാണിച്ചു. അതോ റൺ ആയിക്കൊണ്ടിരിക്കുകയാണോ? 3 ഫെയിലായി. ക്രോസ് ബ്രൗസർ 3 ഫെയിലായി. ഓക്കെ, നോക്കാവേ. ഗോപികടയില് ക്രോസ് ബ്രൗസർ അല്ലേ കൊടുത്തേക്കുന്നേ. ക്രോം ഫെയിലായി. ക്രോം അല്ലേ ഇല്ലാത്തത് ഗോപികടയില്? അല്ല, എൻ്റെ ഫയർഫോക്സ് അല്ലേ അത്. ഫയർഫോക്സ് അല്ലേ അത്? ഫയർഫോക്സ് ഫെയിലിയർ ആയിരിക്കും. അതെന്താ എറർ എന്ന് നോക്കാം. ഇത്രയും ദിവസം ക്രോം ആയിരുന്നു ഓപ്പൺ ആയി വർക്ക് ആയിട്ടുണ്ട്. ക്രോം വർക്ക് ആവുണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ കേട്ടോ. ചെക്ക് ചെയ്യുവാണേടാ. എനിക്ക് മോസിൽ ഉണ്ടായിരുന്നോ? ഇതെന്തോ നോക്കാം.
എനിക്ക് തോന്നുന്നു പറയടാ. ക്രോസ് ബ്രൗസറിന് പാസ് ചെയ്ത് കറക്റ്റ് ആണ്, അവിടെ ഇഷ്യൂ വരാൻ പാടില്ല. കിട്ടിയില്ല. ഓക്കെ, 2 ടെസ്റ്റ് കേസസ്. 3 tests failed. എല്ലാം ഓപ്പൺ ആവുന്നുണ്ട്. ഇങ്ങനെ പോകുന്നത് ഓപ്പൺ ആവുന്നുണ്ട്. Failed ആണ്. അതെ, അതിനെയല്ല ഓപ്പൺ ചെയ്യുന്നു. ഡ്രൈവർ അഡ്ജസ്റ്റ് റിസീവ് ചെയ്യുന്നു. സോറി, ഞാൻ 2 ലൈൻസ് തരാൻ വിട്ടുപോയി, എന്റെ മിസ്റ്റേക്ക് ആണ്. ഈ 2 ലൈൻസും കൂടി ഞാൻ 2 സ്റ്റേറ്റ്മെന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും നമ്മളുടെ ഫിക്സ്ചറിന്റെ കൂടെ ആഡ് ചെയ്തേടാ. ഓക്കെ, ഏതാണ് ഇതല്ലേ? ഇത് കഴിഞ്ഞിട്ടല്ലേ ലൈൻ? എന്റെ കേസിൽ 15 കഴിഞ്ഞിട്ടല്ലേ? 15 കഴിഞ്ഞിട്ട് ബാക്ക് സ്പേസ് അടിക്കടാ. എലിഫിന്റെ സെയിം ഇതിലേക്ക് വന്നിട്ട് ഇന്റർനാഷണൽ വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ? അയ്യോ, ഇതായിരുന്നു നിങ്ങളുടെ ടെസ്റ്റ് ലോഗിൻ. ടെസ്റ്റ് ലോഗിൻ, യെസ്. നമ്മൾ ഈൽഡ് ചെയ്തില്ലായിരുന്നു. നമ്മള് നോർമലി നമ്മുടെ ഫങ്ഷൻസിൽ റിട്ടേൺ ചെയ്യത്തില്ലേ, റിട്ടേൺ പോലെ യൂസ് ചെയ്യുന്നതാണ് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈൽഡ് ചെയ്തില്ല. ഈൽഡ് ചെയ്യാത്തതിനോണ്ടാണ് അത് വരാഞ്ഞ്. ഇപ്പൊ കേറിട്ടോ. ക്രോമിൽ കയറി നെക്സ്റ്റ് ഇയറിലേക്ക് ഫയർഫോക്സിൽ ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ജസ്റ്റ് അല്ല, ബ്രൗസറിലും നമ്മൾ ലോഗിൻ ആവുന്നുണ്ടോ നോക്കണം അല്ലേ? ഓപ്പൺ ആയി, മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ആയി. 3 ഫാസ്റ്റ് അല്ലേ? ഫയർഫോക്സ് എനിക്ക് തോന്നുന്നില്ല. ഫയർഫോക്സ് ലോഡ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ, ചിലപ്പോൾ അവിടെ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ വരാം. പ്രശ്നമില്ല, ലോഡ് ആയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് അക്ഷര എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയപ്പോ ഫെയിലിയർ ആണോ അവിടെ എപ്പോഴും? എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. പക്ഷെ നിരഞ്ജന, നമ്മൾ മുൻപുള്ളതിലൊന്നും നമ്മൾ ഈൽഡ് ചെയ്തിട്ടില്ലല്ലോ. ഈൽഡ് ചെയ്തിട്ടുണ്ട്. കോഡ് വെച്ചിട്ടുണ്ടല്ലോ റൺ ചെയ്തോണ്ടിരുന്നത്. ഇവിടെ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റ വരുന്നില്ലേടാ? അല്ല, അവിടെ നമ്മൾ ഈൽഡ് ചെയ്യണ്ടല്ലോ, ഈൽഡ് ഡ്രൈവർ കൊടുക്കുന്നുണ്ടല്ലോ ഇല്ലേ?
അതെ നമ്മള് ഇതേ തന്നെയാണല്ലോ യൂസ് ചെയ്തിരുന്നത്. കോൺഫ് ടെസ്റ്റ് തന്നെ ആയിരുന്നില്ല എല്ലാത്തിനും നമ്മൾ കോൺടെസ്റ്റ് യൂസ് തന്നെ യൂസ് ചെയ്തത്. ചെയ്തോണ്ടിരുന്നത്. നമ്മൾ അവിടെ അത് കഴിഞ്ഞ് ഓക്കെ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, yield ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. അതെ മനസ്സിലായി. അല്ല, നമ്മള് ബ്രൗസർ ഇൻസ്റ്റൻസിനായിരുന്നു കോൺഫ് ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ആ ക്രോസ് ബ്രൗസറിന് നമ്മൾ അങ്ങനെയല്ല, ചെയ്തില്ല അല്ലെ? കോൺടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ റെപ്പോസിറ്ററി പോലെയാ. ഓക്കെ, മനസ്സിലായി. ഞാൻ പറഞ്ഞത് നമ്മള് ക്രോസ് ബ്രൗസർ ഫംഗ്ഷനായിരുന്നു yield ഡ്രൈവർ ചെയ്തത്. അതെ അല്ല സോറി, ബ്രൗസർ ഇൻസ്റ്റൻസിന് മാത്രമേ yield ചെയ്തുള്ളൂ. അതെ, ക്രോസ് ചെയ്യാൻ വിട്ടുപോയോണ്ടാണ് ഈ പേജസ് ഓപ്പൺ ആവാൻ അല്ലേ? കറക്റ്റ്. നമ്മൾ yielding ചെയ്തില്ലായിരുന്നു. ഉം, ഉം. ശരി. ക്ലിയർ ആയോടാ? അയ്യോ, അത് ഞാൻ നോക്കിയില്ല എന്തായാലും. അതാ നമുക്ക് 3 എക്സിക്യൂട്ട് ആയില്ലേ? പാസ്സായി 3 ക്രോം, പാസ്സായി. ഫയർഫോക്സ്, എഡ്ജ്. എനിക്ക് ഫയർഫോക്സ് കാരണം ഞാൻ ഫയർഫോക്സ് സെർച്ച് ചെയ്യുമ്പോ ഇൻസ്റ്റാൾ എന്തോ വരുന്നു. അപ്പൊ ഞാൻ ആ ഇല്ലാന്ന് വിചാരിച്ചത്. അതില്ല, അത് എന്തായാലും ഇൻസ്റ്റാൾഡ്, പ്രീ ഇൻസ്റ്റാൾഡാ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. സോ ഇനി ഓക്കെ, അപ്പൊ അത് പാസ്സായി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാരലൽ ടെസ്റ്റിംഗ് എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിൻ ഉണ്ട്, എക്സ്ഡിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. PyTest -exdist എന്നാണ് അതിന്റെ പേര്. പിപ്പ് ഇൻസ്റ്റാൾ, അത് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തേടാ. അതൊരു പ്ലഗിൻ ആണ്. ടെർമിനലിൽ വരിക, എന്ത് ചെയ്യുക, അതിനെ നേരെ ക്ലോസ് ചെയ്യാം. ടെർമിനൽ എടുത്തേടാ. PyTest -exdist എടുത്തോ. എക്സ്പ്ലിസ്റ്റ് ഇത് എന്തായിരുന്നു? പാരലൽ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന പ്ലഗിൻ ആണ് PyTest -exdist. ഇത് മാത്രം കോപ്പി ചെയ്താ പോരെ? മതി. പിപ്പ് ഇൻസ്റ്റാൾ ടെർമിനൽ പിപ്പ് ഇൻസ്റ്റാൾ എൻ്റർ. യെസ്, ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുന്ന കമാൻഡ് ചാറ്റിൽ ഇട്ട് തരാം. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. നോർമലി പാരലൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് എൻറ്റയർ ടെസ്റ്റ് ക്ലാസ്സിനായിരിക്കും. ഇത് ടെർമിനൽ തന്നെയാ? ടെർമിനലിൽ കൊടുത്തോ. പിപ്പ് ഇൻസ്റ്റാൾ അല്ല, ഞാൻ ഇപ്പോൾ തന്ന കമാൻഡ് -n/4. ഇത് 4 വർക്കേഴ്സിന് ഈക്വൽ ആയിട്ട്, അതായത് 4 തവണ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ. ഇതിന് നമ്മൾ 4 വർക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 4 യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിപ്പോ ക്രോമിൽ മാത്രം. അത് ക്രോമിൽ മാത്രമുള്ളതാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. നമ്മൾ ക്രോസ് ബ്രൗസർ കൊടുത്തിട്ടില്ലേ ഒരെണ്ണത്തില്, ക്രോസ് ബ്രൗസർ വരുന്നതിന് അത് എക്സിക്യൂട്ട് ആവും. അറ്റ് എ ടൈം നിങ്ങൾക്ക് കണ്ടോ? അറ്റ് എ ടൈം കുറേ വിൻഡോസ് ഓപ്പൺ ആയി വരുന്ന കണ്ടായിരുന്നോ? ഇത് പാരലൽ ടെസ്റ്റിംഗ്. ഇങ്ങനെയാണ് നമ്മൾ പാരലൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം. ഇപ്പൊ ക്രോം തന്നെ ഈ കേസിൽ 4 തവണ ഓപ്പൺ ആയി. അതെ, അടുപ്പിച്ച് ഓപ്പൺ ആയി അല്ലേ? വൺ ആഫ്റ്റർ ദ അതർ അല്ലല്ലോ. അതെ, ഒരുമിച്ച് ഓപ്പൺ ആയി. അതിനെയാണ് പാരലൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, കുറേ എണ്ണം ഒരുമിച്ച് ഓപ്പൺ ആയി വന്നില്ലേ ഇപ്പൊ? അത് ക്ലോസ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്തോ വേണമെങ്കിൽ. അത് കഴിഞ്ഞില്ലേ? അത് എക്സിക്യൂട്ട് ആയില്ലേ? 1 failed 15 passed. നോസച്ച് എലമെന്റ് അടിച്ചത് കണ്ടിന്യൂസ് എക്സിക്യൂഷൻ ആവുമ്പോഴാണ്. അത് കുഴപ്പമില്ല.
നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഇതുവരെ പാസ് ആവാൻ ചില ടെസ്റ്റ് കേസസ് ഫെയിൽ ആവുന്ന സിനാരിയോസ് കാണാം കേട്ടോ. അത് ആലോചിച്ച് സ്ട്രെസ്ഡ് ആവണ്ട. അത് പാരലൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ലോഡ് കാരണം ചിലപ്പോൾ വർക്ക് അതെങ്ങനെ അറിയാ? ആവാത്തതാണ്. ഞാനിത് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാനിന്ന് എടുത്ത് ഇത്രയും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടോടാ? ഇപ്പൊ എത്ര എണ്ണം റണ്ണായത് എങ്ങനെ അറിയാ? എല്ലാം എക്സിക്യൂട്ട് ആയോ നോക്കട്ടെ. ഗോപികാന്തയില് അറിയില്ല. 16 ഐറ്റംസ് കാണുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. 16 ഐറ്റംസ് ഫോർ 4 വർക്കേഴ്സ് എക്സിക്യൂട്ട് ആവുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആവുമ്പോ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ബ്രൗസേഴ്സ്? അത്രയും പ്രോസസ് ഓപ്പൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ക്ലോസ് ചെയ്ത് വിട്ടോളൂ കംപ്ലീറ്റ് ആയതെല്ലാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക്. സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി പേജസ്. നാളെ മറ്റന്നാൾ 2 ദിവസം ഉണ്ടല്ലോ. അപ്പോ നമ്മളുടെ പേജ് ഒബ്ജക്ട് മോഡല് ഗോപിയയ്ക്ക് അസേർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണേടാ. എനിക്ക് 3 ഉണ്ട്. അസർഷൻസ് ഉണ്ട്, പിന്നെ പേജ് ഒബ്ജക്ട് മോഡൽ ഇന്നലെ തന്ന ഒരെണ്ണല്ലേ ഞാൻ ചെയ്തത്. അതെ, അത് കംപ്ലീറ്റ് ചെയ്യണേടാ മണ്ടേക്ക്. പിന്നെ അക്ഷയ് നോക്കിയിട്ട് ഒരു പാരാമീറ്ററൈസേഷൻ. ഓക്കെ.